അപ്പോൾ ഓണമൊക്കെ ആവാറായില്ലേ? അപ്പോൾ ഒരു ഓണം കുക്കിംഗ് സീരീസ് ആയാലോ? അപ്പോൾ ഓണം കുക്കിംഗ് സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ് പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൈനാപ്പിൾ, മുളക്, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കും. പൈനാപ്പിൾ വേകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, പിന്നെ ആവശ്യത്തിന് ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു ഉണ്ടമുളകിൻ്റെ പകുതി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കാം. മുഴുവനായിട്ട് അരയ്ക്കേണ്ട, പകുതി അരച്ചാൽ മതി. എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ച പൈനാപ്പിളിൽ നിന്ന് 2 സ്പൂൺ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. നന്നായിട്ട് അരയണം. അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൈനാപ്പിളിലേക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ല കട്ട തൈര് ഇതിലേക്ക് ഒഴിക്കുക. അധികം പുളിപ്പില്ലാത്ത തൈരാണ് നല്ലത്. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഈ പുളിശ്ശേരി ഒന്ന് ചൂടാക്കിയാൽ മതി, തിളപ്പിക്കണ്ട. ശേഷം കറിവേപ്പിലയും കൊച്ചുള്ളിയും ചേർത്ത് കടുക് വറുത്തൊഴിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.